ചൈനയ്ക്ക് ശേഷം അതിദാരിദ്ര്യമില്ലാതാകുന്ന നാടാണ് കേരളം. ഒരു 5 വർഷം കൂടി ഭരണം കൂടി തുടർന്നാൽ ദാരിദ്ര്യവും ഇല്ലാതാവും. എം ഗോവിന്ദൻ. അതിദാരിദ്ര്യം ഇല്ലാതായി എന്ന് ആരാണ് പറഞ്ഞത്? അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും ഗതിയില്ലാത്തവരൊക്കെ ഉണ്ട് ഈ നാട്ടിൽ. അത് നിങ്ങൾ അച്ചായൻ എന്ന് പറഞ്ഞ വീഡിയോ എടുത്ത് പോയി കണ്ടാൽ മതി. അയാൾ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടാൽ മതി. അപ്പോൾ ദാരിദ്ര്യമാണോ അതിദാരിദ്ര്യമാണോ എന്ന് നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിദാരിദ്ര്യം മാറിയോ എന്നുള്ളത്. പിന്നെ ചുമ്മാ നിങ്ങൾ മാത്രം ഒരു മൂലയ്ക്ക് ദാരിദ്ര്യം ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും അന്വേഷിച്ച് നോക്കണം. നിങ്ങൾ എന്ത് പഠനത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അനുസരിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത് അതിദാരിദ്ര്യം ഇല്ലാതായി എന്നുള്ളത്? ഇനി 5 വർഷം കൂടെ ഭരണം തുടങ്ങാം. അതിലും ഭേദം ഹിരോഷിമ നാഗസാക്കി അതുപോലത്തെ അനുഭവം കൊണ്ട് കേരളത്തിലേക്ക് ഇടുന്നത്. അതിലും ഭേദം ഒറ്റയടിക്ക് തീർന്നോളൂ. ഇഞ്ചിഞ്ചായിട്ട് തീരണ്ടല്ലോ. അത് നിങ്ങളുടെ പാർട്ടിയോട് വിരോധം കൊണ്ട് പറഞ്ഞില്ല. ഏത് പാർട്ടി അനുസരിച്ചാലും ഇത് തന്നെ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി ഇടയിൽ കിടന്ന് ഈ ജനങ്ങൾ കിടന്ന് പൊറുതി കൂട്ടുക. അതിദാരിദ്ര്യം ഇല്ലാണ്ടായി. എവിടെ ഇല്ലാണ്ടായത്? അത് നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ആയി അതിദാരിദ്ര്യവും ദാരിദ്ര്യവും ഒന്നും ഇല്ലാണ്ടായത്. പാവപ്പെട്ട ജനങ്ങൾ ഇഷ്ടംമാതിരി ഇവിടെയുണ്ട്. ചുമ്മാ എന്തെങ്കിലും വായി തോന്നുന്നത് പറയരുത് ഗോവിന്ദൻ സാറേ.